കോഴിക്കോട് ചേളന്നൂരിൽ നിന്ന് പൂഴിക്കാവിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുപ്പ് നടത്തുന്നതിന് എതിരെ നാട്ടുകാർ നേരത്തെയും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നതാണ്. നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ തർക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. മണ്ണെടുപ്പ് തടയാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും. പ്രതിഷേധക്കാരും പോലീസിന് മുമ്പിൽ ഉന്തും തള്ളുമുണ്ടായി. ദൃശ്യങ്ങളിൽ കാണാൻ പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വാക്ക് തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഒരു പക്ഷേ ജനകീയ സമരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്ത്രീകളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദേശവാസികൾ ഒന്നടങ്കം ഒരുപക്ഷെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. സ്വാഭാവികമായും എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസമാണ്. മണ്ണെടുക്കാൻ വന്ന ലോറിയൊക്കെ തടഞ്ഞിട്ടുണ്ട്. ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പോലീസ് വളരെ പാടുപെട്ടാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്. KV രാഹുൽ നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പാണ്. ഇവിടെയുള്ള നേരത്തെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നിലവിലെ സ്ഥിതി എന്താണ് അവിടെ? ആര്യ, പോലീസിൽ ആത്തിവീശിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നാട്ടുകാർ ജനകീയ സമരസമിതി രൂപീകരിച്ചാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് സമരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. അത് മണ്ണെടുപ്പ് നിർത്താം, ജിയോളജിസ്റ്റിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചു. ഇതോടുകൂടി നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുകയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ കഴിയും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. പോലീസുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കം, ഉന്തും തള്ളും ഒക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഒരു വാഹനത്തിൽ മണ്ണ് നിറച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. അതിനു മുൻപിൽ ഇപ്പോൾ റോഡിൽ ഇരുന്നു കൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. മറുഭാഗത്ത് പോലീസും നാട്ടുകാരും തമ്മിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയും നടക്കുകയാണ്. പോലീസിൽ ആത്തി വീശിയിരുന്നു. വീണ്ടും അടിപിടിയിലേക്ക്, സംഘർഷത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ചേളന്നൂരിൽ സംഘർഷ അന്തരീക്ഷമാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. അതിന് പിന്നാലെ പോലീസ് ലാത്തി വീശി. മണ്ണെടുപ്പിനെതിരായ ജനകീയ സമരമാണിപ്പോൾ പോലീസ് നടപടിയിലേക്ക് കലാശിക്കുന്നത്. ഇതിനു മുൻപും ഇതേ സ്ഥലത്ത് ദിവസവും വലിച്ചുകൊണ്ടുപോകേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നൊക്കെ സ്വാഭാവികമായി പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ചേളന്നൂരിലേത് ഒരു ജനകീയ സമരമാണ്. സ്വാഭാവികമാണ് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകൽ. എതിരെയാണ് ഈ ജനകീയ സമരം. ഇതിനു മുൻപും പോലീസിന് മറുപടി പറഞ്ഞിരിക്കണം. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഞങ്ങൾ വാർഡ് മെമ്പറാണത്. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ? ഞങ്ങളിവിടെ നാല് പ്രശ്നങ്ങൾ പരിഹരിച്ചു, അത്രേ ഉള്ളൂ. വേറൊന്നും നമ്മൾ കേട്ടില്ല. നമ്മൾ 4 വാർഡ് മെമ്പറാണത്. ബലി വന്നത് പഞ്ചായത്ത് സ്ഥാനിക ക്യാമറാണത്. ബലി വന്നിട്ട് എന്തിനാ? ഇവർക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. ഇവരാരും പാകാ ബൈപ്പാസ് ഞാൻ തടഞ്ഞിട്ടില്ല. ബൈപ്പാസ് 8 മാസം മണ്ണ് കൊണ്ട് 8 മാസം മണ്ണ് കൊണ്ട് ഞങ്ങൾ തടഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം ക്യാമറ നടത്തത് രണ്ട് കൈയും അവിടെ തളർന്നു. കാണാം.
ഇതെന്താണ് ഈ പോലീസുകാരൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ. പോലീസും ജനങ്ങളും തമ്മിൽ ആദ്യം ഉന്തും തള്ളും ഉണ്ടായി. അതിന് പിന്നാലെ പോലീസ് ലാത്തി വീശുന്നു, റോഡിലൂടെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു. അവിടെ നടക്കുന്ന ഒരു ജനകീയമായ സമരമാണ് കോഴിക്കാവ് കുന്ന്. അവിടുത്തെ ഒരു പ്രദേശമാണ് കോഴിക്കാവ് കുന്ന് ഇടിക്കുന്നതിനെതിരെയാണ് ജനകീയ സമര സമിതി രൂപീകരിക്കപ്പെട്ടത്. ആ സമിതിയാണ് ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നത്. നേരത്തെയും ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. കോഴിക്കാവ് കുന്ന് ഇടിച്ചു നിരത്തി മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ സമരമെന്ന് പ്രഖ്യാപിച്ചു. മല സംരക്ഷിക്കുമെന്നതാണ് നാട്ടുകാർ അന്ന് പ്രതിജ്ഞയെടുത്തത്. ഈ സമരം ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആര്യ. അതാണ് ഏറ്റവും പ്രധാനം. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ ആണ് ഈ ജനകീയ കൂട്ടായ്മയുടെ സമരം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. സ്ഥിരസമിതി അധ്യക്ഷൻ P സുരേഷ് ഉൾപ്പെടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് ഉൾപ്പെടെ അവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തൊരു സമരമാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നും പ്രതിഷേധമുണ്ടായത്. അങ്ങനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയാണ് പോലീസിന്റെ ഈ ബലപ്രയോഗം ഒക്കെ നടക്കുന്നത്. ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നതിന് അനുമതിയുണ്ട്. അപ്പോൾ ഓർഡർ നടപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പോലീസ് ഇക്കാര്യത്തെ വിശദീകരിക്കുന്നത്. പക്ഷെ അവർ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ നടപ്പാക്കുകയാണ്. സമരം ചെയ്യുന്ന ആളുകളെ റോഡിലൂടെ വലിച്ചു വെച്ചുകൊണ്ടാണ് ഈ ഓർഡർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. ഇപ്പോൾ റോഡിലൂടെ വലിച്ചു വെച്ച പഞ്ചായത്ത് പ്രതിനിധിയെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ്. അതെ അതെ യെസ്, ആ സമരം ചെയ്ത റോഡിലൂടെ വലച്ചു വെച്ച പഞ്ചായത്ത് പ്രതിനിധിയെ, വാർഡ് മെമ്പറെ ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് എന്നതാണ്. ഇവിടെ നിന്ന് മണ്ണ് നീക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയുണ്ട്. ആ ഓർഡർ നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പോലീസ് ഏതായാലും ഈ നടപടിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഓർഡർ നടപ്പാക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്ന ജനകീയ സമരസമിതിയുടെ ആളുകളെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുക, റോഡിലൂടെ വലിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്.